ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. വരാൻ പോകുന്ന SSC MTS എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ സബ്ജക്ട്സിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു മിക്സഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following acts introduced a system of diarchy in the provincial administration in India? So ഇതിൽ ഏത് ആക്ട് ആണ് ഇന്ത്യയുടെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ സിസ്റ്റം ഓഫ് ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909, ഓപ്ഷൻ ബി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആൻഡ് ഡി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. ഇതിൽ ഏത് ആക്ട് ആണ് സിസ്റ്റം ഓഫ് ഡയാർക്കി ഇന്ത്യയുടെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ സിസ്റ്റം ഓഫ് ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണെന്ത്, മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ്. So Government of India Act 1919 is also known as Mondego-Chelmsford Reforms. So Government of India Act 1919 മറ്റൊരു പേരാണെന്ത്, മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ആക്ട് ഫോം ചെയ്തത് അന്നത്തെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിട്ടുള്ള എഡ്വിൻ മൊണ്ടേഗു. സോ എഡ്വിൻ മൊണ്ടേഗു ആയിരുന്നു ഈ ഒരു ടൈമിലെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ അന്നത്തെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ടുള്ള എഡ്വിൻ മൊണ്ടേഗു അന്നത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ലോർഡ് ചെംസ്ഫോർഡും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്ടിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ലോർഡ് ചെംസ്ഫോർഡും അതുപോലെ തന്നെ എഡ്വിൻ മൊണ്ടേഗും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്ടിന്റെ പ്രൊവിഷൻസ് എല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസ് വിളിക്കുന്നത്. ആൻഡ് ഈ മൊണ്ടേഗു-ചെംസ്ഫോർഡ് റിഫോംസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണെന്ത്, സിസ്റ്റം ഓഫ് ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത്. ഇനി എന്താണ് ഡയാർക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംപ്ലി പറയുകയാണെങ്കിൽ ഡയാർക്കിയുടെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ഡ്യുവൽ റൂൾ. സോ ഡ്യുവൽ റൂൾ എന്നാണ് എന്ത്, ഡയാർക്കിയുടെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡ്യുവൽ റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റിന് ലോസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സിനെ എന്ത് ചെയ്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് റിസർവ്ഡ് സബ്ജക്ട്സ് എന്നും ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്നും എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. സോ റിസർവ്ഡ് സബ്ജക്ട്സ്, സോ ഗവൺമെന്റിന് ഏതൊക്കെ കാര്യങ്ങളിലാണോ നിയമങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നത് ആ സബ്ജക്ട്സിനെ റിസർവ്ഡ് സബ്ജക്ട്സ് എന്നും അതുപോലെ തന്നെ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്നും എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഇനി ഈ റിസർവ്ഡ് സബ്ജക്ട്സിൽ ഗവർണർക്ക് മാത്രമേ എന്തിനുള്ള പവർ ഉള്ളൂ, ലോസ് മേക്ക് ചെയ്യാനുള്ള പവർ ഉള്ളൂ. സോ റിസർവ്ഡ് സബ്ജക്ട്സിൽ ഗവർണർക്ക് മാത്രമായിരിക്കും, ഒരു പ്രൊവിൻസിലെ ഗവർണർക്ക് മാത്രമായിരിക്കും ലോസ് മേക്ക് ചെയ്യാനുള്ള പവർ ഉള്ളത്. എന്നാൽ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ ആ ഒരു പ്രൊവിൻസിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ഇന്ത്യൻ മെമ്പേഴ്സിന് കൂടി എന്ത് ചെയ്യാൻ സാധിക്കും, ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ ലോസ് മേക്ക് ചെയ്യുമ്പോൾ, നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ റിസർവ്ഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ്, ഫൈനാൻസ്, ഡിഫൻസ്, ലോ, ലാൻഡ് റവന്യൂ, അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് റിസർവ്ഡ് സബ്ജക്ട്സ് ആക്കി മാറ്റി വെച്ചു. അതിൽ ഗവർണർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ലോസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റൂ. ആൻഡ് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതുപോലെയുള്ള സബ്ജക്ട്സ് എന്ത് ചെയ്തു, ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിന്റെ ലിസ്റ്റിലോട്ട് മാറ്റി. ഇതിൽ ലോസ് മേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും, ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതായിരുന്നു എന്ത്, ഡയാർക്കി അല്ലെങ്കിൽ ഡ്യുവൽ റൂൾ എന്ന് പറയുന്നത്. അതായത് രണ്ട് റൂൾ ഉണ്ട്. റിസർവ്ഡ് സബ്ജക്ട്സിൽ ഗവർണർ മാത്രമായിരിക്കും ലോസ് മേക്ക് ചെയ്യുന്നത്, എന്നാൽ ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സിൽ ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് കൂടി എന്ത് ചെയ്യാൻ സാധിക്കും, ലോസ് മേക്ക് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണെന്ത്, ഡയാർക്കി എന്ന് പറയുന്നത്. സോ ഈ ഡയാർക്കി കൊണ്ടുവരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആണ്. സോ ഇതാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫാക്ട്സ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദി പത്മ അവാർഡ്സ്? സോ പത്മ അവാർഡ്സിന്റെ ഡിക്രീസിംഗ് ഓർഡർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ. ഓപ്ഷൻ ബി പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഓപ്ഷൻ സി പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഓപ്ഷൻ ഡി പത്മവിഭൂഷൺ, പത്മശ്രീ, പത്മഭൂഷൺ.
സോ ഈ പത്മ അവാർഡ്സ് 3 പത്മ അവാർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. പത്മഭൂഷൺ ഉണ്ട്, പത്മവിഭൂഷൺ ഉണ്ട്, പത്മശ്രീ ഉണ്ട്. സോ ഡിക്രീസിങ് ഓർഡറിൽ, അതായത് ഏറ്റവും ഹയസ്റ്റ് ഏതാണോ അത് ആദ്യം, അതിനുശേഷം താഴോട്ടുള്ള രീതിയിൽ ഡിക്രീസിങ് ഓർഡറിൽ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതാണ് ഡിക്രീസിങ് ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണ് ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്? സോ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദി പത്മ അവാർഡ്സ് എന്ന് പറയുന്നത് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. സോ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. സോ ഡിക്രീസിങ് ഓർഡറിലുള്ള പത്മ അവാർഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഏറ്റവും ആദ്യമുള്ളത് പത്മവിഭൂഷൺ ആണ്, അതിനുശേഷം പത്മഭൂഷൺ, പത്മശ്രീ. സോ പത്മ അവാർഡ്സിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? പത്മവിഭൂഷൺ ആണ് പത്മ അവാർഡ്സിലെ ഏറ്റവും ഹയസ്റ്റ്. അതിനുശേഷം വരുന്ന ഹയസ്റ്റ് പത്മ അവാർഡ് ആണെന്ത്? പത്മഭൂഷൺ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഹയസ്റ്റ് പത്മ അവാർഡ് ആണെന്ത്? പത്മശ്രീ എന്ന് പറയുന്നത്. സോ പത്മ അവാർഡ്സിൽ ഏറ്റവും ഹയസ്റ്റ് പത്മവിഭൂഷൺ ആണ്, അതിനുശേഷം പത്മഭൂഷൺ, ആൻഡ് അതിനുശേഷമാണ് പത്മശ്രീ വരുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പത്മവിഭൂഷൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. സോ ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണെന്ത്? പത്മവിഭൂഷൺ എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലുള്ള സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണെന്ത്? പത്മവിഭൂഷൺ. പത്മഭൂഷൺ എന്ന് പറയുന്നത് തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണ്. സോ ഇന്ത്യയിലുള്ള തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണെന്ത്? പത്മഭൂഷൺ എന്ന് പറയുന്നത്. ആൻഡ് പത്മശ്രീ എന്ന് പറയുന്നത് ഫോർത്ത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണ്. സോ ഇന്ത്യയിലെ ഫോർത്ത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണെന്ത്? പത്മശ്രീ എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലുള്ള സിവിലിയൻ അവാർഡ്സിൽ സെക്കൻഡ് ഹയസ്റ്റ് ആണ് പത്മവിഭൂഷൺ, തേർഡ് ഹയസ്റ്റ് ആണ് പത്മഭൂഷൺ, ആൻഡ് ഫോർത്ത് ഹയസ്റ്റ് ആണെന്ത്? പത്മശ്രീ എന്ന് പറയുന്നത്. സോ അപ്പൊ ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതാണ്? ഭാരത് രത്നയാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. സോ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഭാരത് രത്നയാണ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. സോ ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഭാരത് രത്ന. സോ ഭാരത് രത്നയാണ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഭാരത് രത്നയ്ക്ക് ശേഷമാണ് പത്മവിഭൂഷൺ വരുന്നത്, പത്മവിഭൂഷന് ശേഷമാണ് പത്മഭൂഷൺ, ആൻഡ് പത്മഭൂഷന് ശേഷമാണ് എന്ത്? പത്മശ്രീ വരുന്നത്. സോ ഇതാണ് സിവിലിയൻ അവാർഡ്സിന്റെ ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഭാരത് രത്ന, അതിനെ ഫോളോ ചെയ്ത് പത്മവിഭൂഷൺ, ദെൻ പത്മഭൂഷൺ, ആൻഡ് ദെൻ പത്മശ്രീ. ആൻഡ് പത്മ അവാർഡ്സിലെ ഹയസ്റ്റ് ആണ് എന്ത്? പത്മവിഭൂഷൺ. ആൻഡ് ഇന്ത്യയിലെ ഹയസ്റ്റ് ഏതാണ്? ഭാരത് രത്നയാണ്. So next question, the PM Swanidhi scheme 2020 is run by which ministry of the government of India? So government of India ഏത് മിനിസ്ട്രി ആണ് PM Swanidhi scheme റൺ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതിൽ ഏത് മിനിസ്ട്രിയാണ് PM സ്വനിധി സ്കീം റൺ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? PM സ്വനിധി സ്കീം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് PM സ്വനിധി സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ PM സ്വനിധി സ്കീം ലോഞ്ച് ചെയ്യുന്നത്. സോ സ്വനിധി സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോവിഡ് ടൈംസിൽ COVID-19 പാൻഡമിക്കിന്റെ ഭാഗമായിട്ട് സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്തായിരുന്നു? അഫക്റ്റഡ് ആയിരുന്നു. അതായത് സ്ട്രീറ്റ് വെൻഡേഴ്സിനെ COVID-19 പാൻഡമിക് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിരുന്നു. സോ ഇങ്ങനെ COVID-19 പാൻഡമിക് മൂലം അഫക്റ്റ് ചെയ്യപ്പെട്ട സ്ട്രീറ്റ് വെൻഡേഴ്സിന് അഫോർഡബിൾ റേറ്റിൽ ലോൺ കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? PM സ്വനിധി സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സ്ട്രീറ്റ് വെൻഡേഴ്സിന് എന്ത് ചെയ്യുക? ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് PM സ്വനിധി സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സോ 2020 എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു സ്കീമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 5-6 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ആണെന്ത്? ലോഞ്ച് ഇയർ. സോ എന്നാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്? അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ PM സ്വനിധി സ്കീം ലോഞ്ച് ചെയ്തത് എന്നാണ്? 2020 ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീം ആണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. സോ PM സ്വനിധി സ്കീം എന്ന് പറയുന്നതാണ് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. സോ ഏത് ടൈപ്പ് ഓഫ് സ്കീമാണ് PM സ്വനിധി സ്കീം? സെൻട്രൽ സെക്ടർ സ്കീമാണ്. സോ എന്താണ് ഈ സെൻട്രൽ സെക്ടർ സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
സെൻട്രൽ സെക്ടർ സ്കീം മീൻസ് ഇവിടെ 100% ഫണ്ടിങ്ങും ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസോ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസോ ആയിരിക്കും. സോ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. അങ്ങനെയുള്ള സ്കീംസിനെ വിളിക്കുന്ന പേരാണെന്ത്? സെൻട്രൽ സെക്ടർ സ്കീം. PM സ്വനിധി സ്കീം എന്ന് പറയുന്നതാണ് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. അതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണെന്ത്? നോഡൽ മിനിസ്ട്രി. സോ ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്കീം ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ അതായിരുന്നു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഏത് മിനിസ്ട്രി ആയിരുന്നു? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണെന്ത് ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. സോ ഒരു സ്കീം പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ കൂടി നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Next question. According to Article 74 Clause 1, who is at the head of the Council of Ministers? So Article 74 Clause 1 പ്രകാരം Council of Ministersന്റെ ഹെഡ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ the President of India, ഓപ്ഷൻ ബി the Speaker of Lok Sabha, ഓപ്ഷൻ സി the Prime Minister of India and ഓപ്ഷൻ ഡി the Chief Justice of India. So Council of Ministersന്റെ ഹെഡ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. സോ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണെന്ത് ഈ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 74 ക്ലോസ് 1 എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ, ഇന്ത്യൻ പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യുന്നതിനും അഡ്വൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 74 ക്ലോസ് 1. സോ ആർട്ടിക്കിൾ 74 ക്ലോസ് 1 പറയുന്നത് പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിനെ എയ്ഡ് ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും PM ഹെഡ് ചെയ്യുന്ന ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 74 ക്ലോസ് 1. സോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് ആരാണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ഇനി ഇങ്ങനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണോ, അതായത് പ്രസിഡന്റ് ആ ഒരു അഡ്വൈസ് മസ്റ്റ് ആയിട്ട് അനുസരിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ പ്രസിഡന്റ് ഈ ഒരു അഡ്വൈസ് അനുസരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു 1976 വരെ. 1976 വരെ ആർട്ടിക്കിൾ 74 ക്ലോസ് 1 പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് അല്ലായിരുന്നു. അതായത് പ്രസിഡന്റ് ആ അഡ്വൈസ് സ്വീകരിക്കണം എന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ലായിരുന്നു. എന്നാൽ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976, 42ാമത്തെ ഭരണഘടനാ ഭേദഗതി, 1976ലെ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആക്കി മാറ്റി. സോ പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആക്കി മാറ്റി. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് അഡ്വൈസ് കൊടുത്താലും പ്രസിഡന്റ് അത് ഒബേ ചെയ്യണം എന്നെന്ത് ചെയ്തു? 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ചേഞ്ച് ചെയ്തു. സോ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ശേഷം ആർട്ടിക്കിൾ 74 ക്ലോസ് 1 പ്രകാരം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് അഡ്വൈസ് ആണോ പ്രസിഡന്റ് കൊടുക്കുന്നത് ആ ഒരു അഡ്വൈസ് പ്രസിഡന്റിന് ബാധകമാണ്. പ്രസിഡന്റ് ആ അഡ്വൈസ് സ്വീകരിച്ചേ മതിയാകൂ എന്ന് മാൻഡേറ്ററി ആക്കിയത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ആണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976. സോ നിങ്ങൾക്ക് MTS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബേസ് ഒന്നുമില്ല. ഫ്രം ദ ബേസ് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ തന്നെ MTSന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് കോഴ്സസ് അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് 250+ അവേഴ്സിന്റെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ദിശ അക്കാഡമിയുടെ തന്നെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് 300+ അവേഴ്സ് ഉള്ള ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഈ കോഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ മെന്റർ സപ്പോർട്ട് കൂടി ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 അല്ലെങ്കിൽ 7012615062. സോ 2 നമ്പേഴ്സിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ കോഴ്സിന്റെ ഫെർദർ ഡീറ്റെയിൽസ് തരും. ഇനി അഥവാ ഈ വരാൻ പോകുന്ന MTS എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യണം. അതായത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ
ദിശ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, MTSന്റെ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ MTSന്റെ ക്രാഷ് കോഴ്സ് വളരെ പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ ഈ ക്രാഷ് കോഴ്സിനെ സംബന്ധിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി, 8075753676. സോ ഫർദർ ഡീറ്റെയിൽസ് ക്രാഷ് കോഴ്സിനെ കുറിച്ചിട്ടുള്ളതായാലും അല്ല ഫുൾ കോഴ്സിനെ കുറിച്ചിട്ടുള്ളതായാലും ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. So next question, in which of the following systems was a charge of collecting the revenue and paying it to the company given to the village headman rather than the zamindar? So ഇതിൽ ഏത് സിസ്റ്റത്തിലാണ് സമീന്ദാസിന്റെ കയ്യിൽ നിന്നല്ലാതെ വില്ലേജ് ഹെഡ്മാന്റെ കയ്യിൽ നിന്ന് റവന്യൂ കളക്ട് ചെയ്ത് കമ്പനിക്ക് കൈമാറിക്കൊണ്ടിരുന്നത്? സോ ഈ പറയുന്ന 4 ഓപ്ഷൻസിൽ ഏത് സിസ്റ്റത്തിലാണ് ഒരു വില്ലേജ് ഹെഡ്മാൻ റവന്യൂ, ഒരു വില്ലേജിലെ റവന്യൂ മുഴുവൻ കളക്ട് ചെയ്ത് അത് കമ്പനിക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറിക്കൊണ്ടിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സമീന്ദാരി സിസ്റ്റം, ഓപ്ഷൻ ബി റായഡ്ബാരി സിസ്റ്റം, ഓപ്ഷൻ സി മഹൽബാരി സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം. സോ ഇതെല്ലാം തന്നെ എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ടൈംസിൽ ഉണ്ടായിരുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ്. സമീന്ദാരി സിസ്റ്റം, റായഡ്ബാരി സിസ്റ്റം, മഹൽബാരി സിസ്റ്റം, പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം. ഇതിൽ ഏത് സിസ്റ്റത്തിലാണ് വില്ലേജ് ഹെഡ്മാൻ ഒരു വില്ലേജിന്റെ റവന്യൂ എല്ലാം കളക്ട് ചെയ്തിട്ട് അത് ഡയറക്റ്റ് കമ്പനിക്ക് കൊടുത്തോണ്ടിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മഹൽബാരി സിസ്റ്റം, ഓപ്ഷൻ സി മഹൽബാരി സിസ്റ്റം ആണ്. സോ മഹൽബാരി സിസ്റ്റത്തിൽ സമീന്ദാസിന്റെ കയ്യിൽ നിന്നല്ല കമ്പനി റവന്യൂ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, മറിച്ച് ഒരു മഹൽ, അതായത് ഒരു വില്ലേജിലെ എല്ലാ ആൾക്കാരുടെയും, എല്ലാ ഫാമേഴ്സിന്റെയും അല്ലെങ്കിൽ എല്ലാ കൾട്ടിവേറ്റേഴ്സിന്റെയും റവന്യൂ ഒരു വില്ലേജ് ഹെഡ്മാൻ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. ആ ഒരു വില്ലേജ് ഹെഡ്മാൻ എന്ത് ചെയ്യും, ആ ഒരു എൻറ്റയർ വില്ലേജിന്റെയും ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തതിനു ശേഷം അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറും. ഇതായിരുന്നു എന്ത്, മഹൽബാരി സിസ്റ്റം. സോ മഹൽബാരി സിസ്റ്റം എന്ന് പറയുന്നതാണ്, മഹൽ മീൻസ് ഒരു വില്ലേജ്, ഒരു യൂണിറ്റ് ഓഫ് വില്ലേജ് ഉണ്ട്. ഈ യൂണിറ്റ് ഓഫ് വില്ലേജിന്റെ എൻറ്റയർ റവന്യൂ, ആ ഒരു മഹലിന്റെ എൻറ്റയർ റവന്യൂ ഒരു ഹെഡ്മാൻ, വില്ലേജ് ഹെഡ്മാൻ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഇതായിരുന്നു മഹൽബാരി സിസ്റ്റം. ആൻഡ് ഈ ഒരു മഹൽബാരി സിസ്റ്റം 1822 ഹോൾട്ട് മക്കൻസി ആണ് എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഹോൾട്ട് മക്കൻസി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മഹൽബാരി സിസ്റ്റം 1822 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മഹൽബാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1822 ബൈ ഹോൾട്ട് മക്കൻസി. ഹോൾട്ട് മക്കൻസി 1822 ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റം ആണെന്ത്, ഈ ഒരു മഹൽബാരി സിസ്റ്റം. ബട്ട് ഈ മഹൽബാരി സിസ്റ്റത്തിനെ പോപ്പുലറൈസ് ചെയ്ത്, അതായത് ഇന്ത്യയുടെ പല പാർട്സിലും അപ്ലൈ ചെയ്യുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണ്. സോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോൾട്ട് മക്കൻസി ആണെങ്കിൽ പോലും അത് പോപ്പുലറൈസ് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം പോപ്പുലറൈസ് ചെയ്യുന്നത് ലോർഡ് വില്യം ബെന്റിക് ആണ്. സോ ലോർഡ് വില്യം ബെന്റിക് ആണ് മഹൽബാരി സിസ്റ്റത്തിനെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1822 ഹോൾട്ട് മക്കൻസി ആയിരുന്നു. Next question, which article of the Indian Constitution specifically addresses the qualifications for the office of the president? സോ പ്രസിഡന്റ് ഓഫീസിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 52, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 54, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 58 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 62. സോ ഇതിൽ ഏത് ആർട്ടിക്കിളിലാണ് പ്രസിഡന്റ് ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 58 ആണ്. സോ ആർട്ടിക്കിൾ 58 ആണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ. ഇനി എന്തൊക്കെയാണ് പ്രസിഡന്റ് ആകാൻ വേണ്ട ക്വാളിഫിക്കേഷൻ? സോ പ്രസിഡന്റ് ആകാൻ വേണ്ട നമ്പർ 1 ക്വാളിഫിക്കേഷൻ ആണെന്ത്, ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. സോ ഇന്ത്യൻ പ്രസിഡന്റ് ആകണമെങ്കിൽ ആദ്യം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. സോ പ്രസിഡന്റ് ആകാനുള്ള ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണ്, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഹി മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 35 ഇയേഴ്സ് ഓഫ് ഏജ്. അതായത് 35 വയസ്സെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ എന്താകാൻ സാധിക്കൂ, ഇന്ത്യൻ പ്രസിഡന്റ് ആകാനായിട്ട് സാധിക്കൂ. സോ മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 35 ഇയേഴ്സ് ഓഫ് ഏജ്. സോ 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ സാധിക്കൂ. സോ അതാണ് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. സോ മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലോക്സഭയിലേക്ക് ഇലക്റ്റഡ് ആകാനുള്ള ക്വാളിഫിക്കേഷൻ. സോ ഒരു ലോക്സഭാ മെമ്പർ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണമോ ആ ക്വാളിഫിക്കേഷൻസ് എല്ലാം തന്നെ പ്രസിഡന്റ് ആകാനും ആവശ്യമുണ്ട്. സോ ഷുഡ് ഹാവ് ദ ക്വാളിഫിക്കേഷൻ സെയിം ആസ് ദി ലോക്സഭാ മെമ്പർ.
സോ ലോക്സഭാ മെമ്പർ ആകാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണോ, സോ ലോക്സഭാ മെമ്പർ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണോ ആ ക്വാളിഫിക്കേഷൻസ് എല്ലാം തന്നെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടാനും ആവശ്യമായിട്ട് വേണം. ആൻഡ് നാലാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. സോ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അണ്ടറിൽ സാലറി റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നും എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക്കിൾ 58 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് പ്രസിഡന്റ് ആകാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ലോക്സഭയിലെ മെമ്പറായിട്ട് ഇലക്ട് ചെയ്യപ്പെടാൻ എന്ത് ക്വാളിഫിക്കേഷൻ വേണോ അതേ ക്വാളിഫിക്കേഷൻസ് വേണം. അത് കൂടാതെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നും തന്നെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇതാണെന്ത്, പ്രസിഡന്റ് ആകാൻ വേണ്ട qualifications. Next question. Based on Tendulkar Committee, the national poverty line was defined as which of the following? First statement, rupees 816 per capita per month for rural areas. Second, rupees 1000 per capita per month for urban areas. സോ ടെൻഡുൽക്കർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം നാഷണൽ പോവർട്ടി ലൈൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തത്, റൂറൽ ഏരിയാസിന് ഒരാൾക്ക് ഒരു മാസം 816 രൂപ ഇൻകം ഉണ്ടായിരിക്കണം. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ്, ഏർബൻ ഏരിയാസിൽ ഒരാൾക്ക് ഒരു മാസം 1000 റുപ്പീസ് ഇൻകം ഉണ്ടായിരിക്കണം. സോ ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. only 1 is correct, option B only 2 is correct, option C both 1 and 2 are correct, and option D neither 1 nor 2 is correct. സോ ടെൻഡുൽക്കർ കമ്മിറ്റിയുടെ ചില റെക്കമെൻഡേഷൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ടെൻഡുൽക്കർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം നാഷണൽ പോവർട്ടി ലൈൻ ആയിട്ട് അല്ലെങ്കിൽ ടെൻഡുൽക്കർ കമ്മിറ്റി നാഷണൽ പോവർട്ടി ലൈനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. റൂറൽ ഏരിയാസിൽ ഒരാൾക്ക്, ഒരു പേഴ്സണ് ഒരു മാസം 816 രൂപ ഇൻകം ഉണ്ടായിരിക്കണം. ഏർബൻ ഏരിയാസിൽ, അതായത് സിറ്റീസിൽ ഒരാൾക്ക്, ഒരു പേഴ്സണ് ഒരു മാസം 1000 റുപ്പീസ് എന്ത് വേണം, ഇൻകം വേണം. എങ്കിൽ മാത്രമേ അവർ പോവർട്ടി ലൈനിന്റെ മുകളിലായിരിക്കൂ. ഇതാണ് ടെൻഡുൽക്കർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ only 1 is correct, ഓപ്ഷൻ ബി only 2 is correct, ഓപ്ഷൻ സി both 1 and 2 are correct, and ഓപ്ഷൻ ഡി neither 1 nor 2 is correct. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 1 and 2 and correct. സോ ടെൻഡുൽക്കർ കമ്മിറ്റിയെ സംബന്ധിച്ച് തന്നിട്ടുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എന്താണ് ടെൻഡുൽക്കർ കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോവർട്ടി എസ്റ്റിമേഷന് വേണ്ടിയിട്ട്, സോ പോവർട്ടി എസ്റ്റിമേഷന്റെ മുൻകാല മെത്തേഡ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യാനുമായിട്ട് 2005 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണെന്ത്, ടെൻഡുൽക്കർ കമ്മിറ്റി. ആൻഡ് ടെൻഡുൽക്കർ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സുരേഷ് ടെൻഡുൽക്കർ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കമ്മിറ്റിക്ക് ടെൻഡുൽക്കർ കമ്മിറ്റി എന്നുള്ള പേര് വന്നത്. സോ സുരേഷ് ടെൻഡുൽക്കർ ചെയർമാൻ ആയിട്ടുള്ള ടെൻഡുൽക്കർ കമ്മിറ്റി എന്ത് ചെയ്തു, 2005 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോയിന്റ് ചെയ്തത്? പോവർട്ടി എസ്റ്റിമേഷന് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ്സിനെ റിവ്യൂ ചെയ്യാനും ആൻഡ് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാനും. സോ അത് പ്രകാരം ടെൻഡുൽക്കർ കമ്മിറ്റി മുന്നോട്ട് വെച്ച സജഷൻസ് അല്ലെങ്കിൽ ടെൻഡുൽക്കർ കമ്മിറ്റി നാഷണൽ പോവർട്ടി ലൈൻ എന്ത് ചെയ്തു, റീഡിഫൈൻ ചെയ്തു. അതെങ്ങനെയാണ് റീഡിഫൈൻ ചെയ്തത്? സോ ഒരാളെ പോവർട്ടി ലൈനിന്റെ മുകളിലായിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂറൽ ഏരിയാസിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു പേഴ്സണ് ഒരു മാസം 816 രൂപ ഇൻകം ഉണ്ടായിരിക്കണം. ആൻഡ് ഏർബൻ ഏരിയാസിൽ താമസിക്കുന്ന, മീൻസ് സിറ്റീസിൽ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണ് ഒരു മാസം 1000 റുപ്പീസ് ഇൻകം ഉണ്ടെങ്കിൽ അയാൾ പോവർട്ടി ലൈനിന്റെ മുകളിലാണ്. സോ ഇതാണ് പോവർട്ടി ലൈനായിട്ട് എന്ത് ചെയ്തത്, ടെൻഡുൽക്കർ കമ്മിറ്റി ഫിക്സ് ചെയ്ത വാല്യൂസ്. റൂറൽ ഏരിയാസിൽ 816 പെർ പേഴ്സൺ പെർ മന്ത്, അർബൻ ഏരിയാസിൽ 1000 റുപ്പീസ് പെർ പേഴ്സൺ പെർ മന്ത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ആൻഡ് വൺ മോർ തിങ്, ഈ ഒരു വാല്യൂ ഫിക്സ് ചെയ്തത് 2011-12 ടൈമിലെ പ്രൈസ് ലെവലിന് അടിസ്ഥാനമാക്കിയാണ്.
അതായത് 2011-12 ഗുഡ്സ് ആൻഡ് സർവീസസിന്, അതായത് അന്ന് എന്തായിരുന്നോ സാധനങ്ങളുടെ വില അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാല്യൂസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ പോവർട്ടി ലൈനിന് ഈ ഒരു വാല്യൂ ടെൻഡുൽക്കർ കമ്മിറ്റി ഫിക്സ് ചെയ്തത് 2011-12 സമയത്തെ പ്രൈസ് ലെവൽസിന് അടിസ്ഥാനപ്പെടുത്തിയാണ്. Next question, tax known as Baga, which was levied on which of the following during Mahajanabada period of ancient India? So ancient ഇന്ത്യയിൽ മഹാജനപദ പീരീഡിന്റെ ടൈമിൽ ബാഗ എന്ന് പറഞ്ഞൊരു ടാക്സ് കളക്ട് ചെയ്തിരുന്നു. ആൻഡ് ബാഗ എന്ന് പറഞ്ഞത് എന്തിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ടാക്സ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ഓപ്ഷൻ സി cattle and livestock, and option D forest produce. സോ ഇതില് മഹാജനപദ പീരീഡിൽ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ബാഗ എന്നുള്ള ടാക്സ് എന്തിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്തിരുന്ന ടാക്സ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. സോ മഹാജനപദ പീരീഡിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, സോ ഒരു ഫാമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്തിരുന്ന ടാക്സ് ആണെന്ത്, ബാഗ എന്ന് പറയുന്നത്. സോ ബാഗ എന്ന് പറയുന്നത് നോർമലി ഫിക്സ് ചെയ്തിരുന്നത് 1/6 ഓഫ് ദി പ്രൊഡ്യൂസ് ആണ്. അതായത് ഒരു ഫാമർ ഒരു ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണോ അതിന്റെ 1/6 എന്ത് ചെയ്യുന്നത്, ബാഗയായിട്ട് അയാൾ മഹാജനപദയിലെ കിങ്ങിന് കൊടുക്കേണ്ടിയിരുന്നത്. സോ മഹാജനപദ ടൈമിൽ കിങ്ങിന് എന്ത് ചെയ്യണം, ബാഗ എന്നുള്ള ടാക്സ് കൊടുക്കണം. ബാഗ എന്നുള്ളത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്തുകൊണ്ടിരുന്ന ടാക്സ് ആയിരുന്നു. അതായത് ഒരാൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് മുകളിൽ, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിന് മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആയിരുന്നു എന്ത്, ബാഗ എന്ന് പറയുന്നത്. ആൻഡ് ബാഗയായിട്ട് ഫിക്സ് ചെയ്തത് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ 1/6 എന്ത് ചെയ്യുന്നത്, ബാഗയായിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ഈ ടാക്സ് മഹാജനപദ പീരീഡിൽ കളക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാജനപദ പീരീഡിൽ കിങ് എന്ത് ചെയ്തിരുന്നു, രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു, അവർ കോട്ട കെട്ടാനും ഫോർട്ട്സ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ആർമീസ് വലുതാക്കാനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടും അവർക്ക് റവന്യൂ ആവശ്യമുണ്ടായിരുന്നു. മഹാജനപദ പീരീഡ് ആയപ്പോഴത്തേക്ക് രാജാക്കന്മാർ എന്ത് സ്റ്റാർട്ട് ചെയ്തു, കോട്ട കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ആർമീസ് വലുതാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു, ഒന്നും കൂടി മെച്ചപ്പെടുത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിനെല്ലാം എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, ഇൻകത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, റവന്യൂവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ റവന്യൂ ടാക്സസ് മുഖാന്തരമാണ് എന്ത് ചെയ്തത്, കളക്ട് ചെയ്തത്. ആൻഡ് വൺ ഓഫ് ദി മേജർ ടാക്സ് ആയിരുന്നു എന്ത്, ബാഗ എന്ന് പറയുന്നത്. മഹാജനപദ പീരീഡിലെ മേജർ ടാക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാഗയാണ്. ആൻഡ് ബാഗ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ്. ആൻഡ് എത്രയാണ് ബാഗയായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ 1/6 എന്ത് ചെയ്യുന്നത്, ബാഗയായിട്ട് കളക്ട് ചെയ്യുന്നത്. ഇനി മഹാജനപദ പീരീഡിൽ തന്നെ കളക്ട് ചെയ്തിരുന്ന മറ്റ് 2 ഇമ്പോർട്ടന്റ് ടാക്സ് കൂടിയുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണെന്ത്, ബലി എന്ന് പറയുന്നത്. സോ ബലി എന്ന് പറയുന്നത് ടാക്സ് എന്ന് പറയാം, ബട്ട് ഇത് മോർ ഓഫ് എന്താണ്, കിങ്ങിന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട്. അതായത് കിങ്ങിന് ജനങ്ങൾ അറിഞ്ഞു കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്. സോ ബലി എന്ന് പറയുന്നത് ടാക്സ് തന്നെയാണ്, പക്ഷെ ഇതെന്താണ്, നേരിട്ട് കിങ്ങിന് കൊടുക്കുന്ന കിങ്ങിന് ഓഫർ ചെയ്യുന്ന ഒരു ടാക്സ് ആണ് എന്ത്, ബലി എന്ന് പറയുന്നത്. സോ ബലി മീൻസ് ഇറ്റ് വാസ് ഓഫർ ടു ദ കിങ്. സോ കിങ്ങിന് നേരിട്ട് ഓഫർ ചെയ്യുന്ന ഒരു ടാക്സ് ആയിരുന്നു എന്ത്, ബലി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടാക്സ് ഉണ്ടായിരുന്നു, ദാറ്റ് വാസ് ശുൽക്ക. സോ ശുൽക്ക എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ടാക്സ് കൂടിയുണ്ട്. സോ ശുൽക്ക എന്ന് പറഞ്ഞ ടാക്സ് ഗുഡ്സിന്റെ മെർക്കൻഡൈസിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ്. സോ ചരക്കിന്റെ മുകളിൽ ചുമത്തിയിരുന്ന ടാക്സ് ആണെന്ത്, ഈ ഒരു ശുൽക്ക എന്ന് പറയുന്നത്. സോ ശുൽക്ക എന്ന് പറയുന്നത് ചരക്കിന്റെ, ഗുഡ്സ് ആൻഡ് മെർക്കൻഡൈസിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്തിരുന്ന ടാക്സ് ആണെന്ത്, ശുൽക്ക എന്ന് പറയുന്നത്. ആൻഡ് ബലി എന്ന് പറയുന്നത് കിങ്ങിന് ഓഫർ ചെയ്തുകൊണ്ടിരുന്ന ടാക്സ് ആണെന്ത്, ബലി എന്ന് പറയുന്നത്. സോ 3 ടാക്സസ് ആണ് മഹാജനപദ പീരീഡ് മെയിൻ ആയിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, ബാഗ, ബലി ആൻഡ് ശുൽക്ക. Next question. The Irani Cup is a first-class cricket competition played between the winner of the Ranji Trophy and which other team? So ഇറാനി കപ്പ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കോമ്പറ്റീഷൻ ആണ്. സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടീം എന്ന് പറയുന്നത് രഞ്ജി ട്രോഫി വിൻ ചെയ്ത ടീമാണ്. മറ്റേ ടീം, സെക്കൻഡ് ടീം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്ത്യ എ, ഓപ്ഷൻ ബി ഇന്ത്യ ബ്ലൂ, ഓപ്ഷൻ സി റെസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി ബോർഡ് പ്രസിഡൻസ് 11. സോ ഇതിൽ ഏത് ടീമുമായിട്ടാണ് രഞ്ജി ട്രോഫി വിന്നർ ഇറാനി കപ്പിൽ മത്സരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്.
സോ ഇറാനി കപ്പ് എന്ന് പറയുന്നത് രഞ്ജി ട്രോഫി വിൻ ചെയ്ത വിന്നിംഗ് ടീമും റെസ്റ്റ് ഓഫ് ഇന്ത്യയും തമ്മിൽ നടക്കുന്ന മത്സരമാണെന്ത് ഇറാനി കപ്പ് എന്ന് പറയുന്നത്. സോ ഇറാനി കപ്പ് എന്ന് പറയുന്നത് 1960 1960 എന്ത് ചെയ്യുന്നത് ഇറാനി കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറാനി കപ്പ് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1960 1960 എന്ന് പറയുന്നത് രഞ്ജി ട്രോഫിയുടെ 25th ആനിവേഴ്സറി ആയിരുന്നു. സോ രഞ്ജി ട്രോഫിയുടെ 25th ആനിവേഴ്സറി ആയിരുന്നു 1960. സോ ഈ 25th ആനിവേഴ്സറി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇറാനി കപ്പ് എന്നുള്ള കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറാനി കപ്പിൽ 2 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആരാണോ രഞ്ജി ട്രോഫി വിൻ ചെയ്തത് ആ രഞ്ജി ട്രോഫി വിൻ ചെയ്ത ടീമും അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിൽ തന്നെ മത്സരിച്ച മറ്റ് സ്റ്റേറ്റ് ടീമുകളിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സ് അടങ്ങുന്ന റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീം. സോ റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീം എന്ന് പറയുമ്പോൾ രഞ്ജി ട്രോഫിയിൽ മത്സരിച്ച് എന്നാൽ വിന്നർ ആകാത്ത മറ്റ് ടീമുകളിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിരിക്കും റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത്. സോ രഞ്ജി ട്രോഫി വിന്നറും അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റ് ടീമുകളിൽ നിന്ന് സെലക്ട് ചെയ്ത ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന മാച്ച് ആണെന്ത് ഇറാനി കപ്പ് എന്ന് പറയുന്നത്. ആൻഡ് റീസെന്റ് ഇറാനി കപ്പ് എന്ന് പറയുന്നത് 2024-25 ഇറാനി കപ്പാണ്. സോ റീസെന്റ് ആയിട്ട് നടന്ന ഇറാനി കപ്പ് എന്ന് പറയുന്നത് 2024-25 ഇറാനി കപ്പാണ്. ആൻഡ് ഈ 2024-25 ഇറാനി കപ്പിൽ മുംബൈ, സോ ആ ഒരു സീസൺ രഞ്ജി ട്രോഫി വിൻ ചെയ്ത മുംബൈയും റെസ്റ്റ് ഓഫ് ഇന്ത്യയും തമ്മിലാണ് എന്ത് ചെയ്തത് മത്സരിച്ചത്. ആൻഡ് വിന്നർ എന്ന് പറയുന്നത് മുംബൈ ആയിരുന്നു. സോ റീസെന്റ് ആയിട്ടുള്ള ഇറാനി കപ്പ് വിന്നർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ആണ്. 2024-25 ഇറാനി കപ്പാണ് എന്ത് ചെയ്യുന്നത് മുംബൈ വിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the union list from the 7th schedule of the Indian Constitution consists of how many subjects as of May 2025? So May 2025 അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന യൂണിയൻ ലിസ്റ്റിൽ എത്ര സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഓക്കെ. So the union list from the 7th schedule of the Indian Constitution consists of how many subjects as of May 2025? So May 2025 അനുസരിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന യൂണിയൻ ലിസ്റ്റിൽ എത്ര സബ്ജക്ട്സ് മെൻഷൻഡ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 97, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 66 ആൻഡ് ഓപ്ഷൻ ഡി 47. സോ യൂണിയൻ ലിസ്റ്റിൽ എത്ര സബ്ജക്ട്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 100 ആണ്. സോ ഓപ്ഷൻ ബി 100 ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? 3 ഷെഡ്യൂളുകൾ, അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ ആണെന്ത് 7th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇനി എന്താണ് ഈ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി പവേഴ്സ് ഡിവൈഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഇടയ്ക്ക് പവേഴ്സ് ഷെയർ ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആണെന്ത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. സോ ഈ 3 ലിസ്റ്റുകളെ കുറിച്ചും 7th ഷെഡ്യൂളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സിൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ആൻഡ് കൺകറന്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സബ്ജക്ട്സിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും സെൻട്രൽ ഗവൺമെന്റ്സിനും ഒരുപോലെ ലോസ് മേക്ക് ചെയ്യാൻ സാധിക്കും. ബട്ട് ലോസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് മേക്ക് ചെയ്ത ലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ പ്രിവെയിൽ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ലോ എന്ത് ചെയ്യും? അസാധുവായി പോകും. ഇതാണെന്ത് ഈ 3 ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ യൂണിയൻ ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ ലോസ് മേക്ക് ചെയ്യാൻ സാധിക്കൂ. സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമേ ലോസ് മേക്ക് ചെയ്യാൻ സാധിക്കൂ. ആൻഡ് കൺകറന്റ് ലിസ്റ്റിൽ എന്ത് ചെയ്യാൻ സാധിക്കും? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ലോസ് മേക്ക് ചെയ്യാൻ പറ്റും. ബട്ട് 2 ലോസും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് 2 ലോസും തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ഗവൺമെന്റ് മേക്ക് ചെയ്ത ലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രിവെയിൽ ചെയ്യുന്നത്. ഇതാണെന്ത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇനി യൂണിയൻ ലിസ്റ്റിൽ ആസ് ഓഫ് നൗ ഇപ്പോൾ എന്തുണ്ട്? 100 സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോഴത്തെ May 2025 സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ 100 സബ്ജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു യൂണിയൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ
സോ ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഇതിനകത്ത് 97 സബ്ജക്ട്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഒറിജിനലി 97 സബ്ജക്ട്സ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽ 97 സബ്ജക്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് അമെൻമെന്റ്സ് വഴി എന്ത് ചെയ്തു, 3 സബ്ജക്ട്സ് കൂടി ആഡ് ചെയ്തു. സോ ഇപ്പൊ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 100 യൂണിയൻ ലിസ്റ്റിലുള്ള സബ്ജക്ട്സിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ആണെന്ത്? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോ നിലവിൽ 61 സബ്ജക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒറിജിനലി ഇതിനകത്ത് 66 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുമ്പോൾ 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. എന്നാൽ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു, 5 സബ്ജക്ട്സ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കൺകറന്റ് ലിസ്റ്റിലേക്കാക്കി മാറ്റി. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള 5 സബ്ജക്ട്സിനെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് എങ്ങോട്ടേക്ക് മാറ്റുന്നത്, കൺകറന്റ് ലിസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് എന്ത് ചെയ്തു, 5 സബ്ജക്ട്സ് സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്ന 5 സബ്ജക്ട്സിനെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. എന്നിട്ട് അത് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ആണ് എന്ത് ചെയ്തത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 സബ്ജക്ട്സിനെ റിമൂവ് ചെയ്തതിന് ശേഷം അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തത്, ട്രാൻസ്ഫർ ചെയ്തത്. സോ ഇതാണ് സ്റ്റേറ്റ് ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ 52 സബ്ജക്ട്സ് ആണുള്ളത്. ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുമ്പോൾ ഇതിനകത്ത് 47 സബ്ജക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുമ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ 47 സബ്ജക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്തു, അത് 52 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 എന്ത് ചെയ്തു, സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടന്ന 5 സബ്ജക്ട്സിനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. സോ 47 എന്തായിട്ട് മാറി, +5 52 ആയിട്ട് മാറി. ഇനി ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സബ്ജക്ട്സ് എന്നുള്ളത് എന്താണ്, നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്റ്റ് വൺ ആണെന്ത്, സോ ഏതൊക്കെയാണ് ആ ട്രാൻസ്ഫർ ചെയ്ത 5 സബ്ജക്ട്സ്. ആ ട്രാൻസ്ഫർ ചെയ്ത 5 സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്റ്റ് വൺ ആണെന്ത്, എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ ഒറിജിനലി സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു, പിന്നീട് അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി ബൈ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976. So 42nd Constitutional Amendment Act of 1976 സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 5 സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 5 സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഫേസ്റ്റ് വൺ ആണെന്ത്, എഡ്യൂക്കേഷൻ. സെക്കൻഡ് വൺ ആണെന്ത്, ഫോറസ്റ്റ്. സോ സെക്കൻഡ് വൺ ആണ് ഫോറസ്റ്റ്. തേർഡ് വൺ ആണെന്ത്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. തേർഡ് വൺ ആണ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ഫോർത്ത് വൺ ആണെന്ത്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് വൈൽഡ് ബേർഡ്സ്. പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് വൈൽഡ് ബേർഡ്സ്. And last one is administration of justice. And last one is administration of justice. ഇത് അഞ്ചും ആണെന്ത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം ട്രാൻസ്ഫർ ചെയ്ത സബ്ജക്ട്സ്. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് വൈൽഡ് ബേർഡ്സ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. സോ ഇതൊക്കെയാണെന്ത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം ട്രാൻസ്ഫർ ചെയ്ത സബ്ജക്ട്സ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം 5 സബ്ജക്ട്സേ ഉള്ളൂ. സോ എടുത്ത് ചോദിക്കാം. 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏത് സബ്ജക്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് ചോദിക്കാം. സോ എഡ്യൂക്കേഷൻ ആദ്യം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു, ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലാണ്.
ഫോറസ്റ്റ് ആദ്യം സ്റ്റേറ്റ് ലിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് വൈൽഡ് ബേർഡ്സ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഈ 5 സബ്ജക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സബ്ജക്ട്സ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. സോ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്